ഇത് ആക്ച്വലി ഇതിൻ്റെ മാനുഫാക്ചറിങ് സൂപ്പറാണ്, നല്ല ഡീറ്റെയിലിംഗ് ആണ്. ഇത് കണ്ടോ, പെഡൽ കറക്കുന്നതിൻ്റെ കൂടെ തന്നെ ചെയിൻ കറങ്ങുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ വീല്, ഇതിൻ്റെ റിവേഴ്സ് ഉണ്ട്, അതേപോലെ ഫ്രണ്ട് വീല്, ഹാൻഡില്, പിന്നെ സ്റ്റാൻഡ്. കറക്റ്റ് ഒരു സൈക്കിൾ എങ്ങനെ ഇരിക്കുമോ അതേപോലെ തന്നെ താഴെ ഇരിക്കും. ബാക്ക് സൈഡിലെ സ്റ്റെപ്പിനിയുടെ മുകളിലാണ് നമ്മൾ സൈക്കിളൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പിനിയുടെ നട്ട് മുറുക്കണമെന്നുണ്ടെങ്കിൽ ഈ സൈക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെ നട്ട് പോകണം, അതിനകത്തൂടെ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് നമുക്ക് തിരിക്കാൻ പറ്റണം, എങ്കിലേ നമുക്കവിടെ കറക്റ്റ് ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരിക്കും ഈസിയാണ്. ഒരു 12 ദിർഹംസിൻ്റെ ഒരു ഐറ്റം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ഔട്ട്ലുക്ക് ഭയങ്കരമാണ്, അടിപൊളിയാണ് ലുക്ക്. നമ്മൾ സൈക്കിള് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ട്രാവലിംഗ് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് കാര്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊക്കി ഈ ഒരു ഹൈറ്റിലോട്ട് മാറ്റി റീപ്ലേസ് ചെയ്യേണ്ടി വരും. നോക്കാം. ഇപ്പം ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമുക്കൊരു ഷവലിനാണുള്ളത്. ഇത് നമ്മൾ ടെമുവിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന് 8 ദിർഹംസാണ്. പല ഏരിയകളും നമ്മൾ നോക്കി ഇതൊന്ന് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലുക്ക് കിട്ടുന്നില്ല. ഇവിടെ നോക്കി, ഇവിടെ നോക്കി, ഇവിടെ പ്ലേസ് ചെയ്യാൻ നോക്കി. ഇപ്പോൾ കുറച്ചെങ്കിലും ഒക്കെ ആണെന്ന് തോന്നുന്നത് ഒന്നെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പ്ലേസ് ചെയ്യാമെന്നാണ്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഈ ഒരു ഐറ്റം സൈസ് ചെറുതാണെങ്കിലും അതിനകത്ത് നമുക്ക് കിട്ടുന്ന ലുക്ക് അന്യായമാണ്. ഈ ഒരു ഏരിയ വെച്ചപ്പം നല്ല ലുക്കാണെന്ന് എനിക്ക് തോന്നി. നമുക്ക് ബാക്ക് സൈഡിലേക്കും വെക്കാം, ഫ്രണ്ട് സൈഡിലേക്കും വെക്കാം. അടുത്ത ഒരു സാധനം എന്ന് പറയുന്നത് മെറ്റൽ കേബിളാണ്. ഇത് കുറച്ച് പണിയാണ്. ഞാൻ വിചാരിച്ചിരുന്നത് പ്ലഗ് ആൻഡ് പ്ലേ ആണ്, ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പല പല ചെറിയ ചെറിയ പീസുകളായിട്ടാണ്. ഇൻട്രസ്റ്റിംഗ് ആണ്. സെയിം ലുക്കിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇതേ നമുക്ക് ചെറിയൊരു സ്പ്രിങ് ആണ്. ചെയ്തതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ടൈം എടുത്തൊരു വർക്കായിരുന്നത്. ഇത് സെൻറ്ററിൽ ഒരു സ്പ്രിങ് വരണം, അതിൻ്റെ താഴെ മേളിലും റോപ്പ് വരണം, സ്പ്രിങ്ങൊക്കെ കണക്ട് ചെയ്ത് ഒരു വിധത്തിലൊക്കെ സെറ്റാക്കി, അതിന് സ്ലീവ് ഇട്ട് സ്ലീവ് നമ്മൾ ഉരുക്കി എല്ലാം സെറ്റ് ചെയ്ത് ഫുൾ ബോഡി ഓപ്പൺ ചെയ്ത് ഫ്രണ്ട് 2 സ്ക്രൂ കൊടുത്ത് ആ ജോയിൻ്റ് വരുന്ന ഭാഗം നമ്മൾ വീണ്ടും താഴെയും കണക്ട് ചെയ്തു. ഈ കറക്റ്റ് ലൈനിലാണ് നോക്കി, സെൻറ്ററിലെ 2 സ്പ്രിങ് ഒരേ ലൈനിൽ വരുന്നത്. മോഡിഫിക്കേഷൻ സെക്ഷനിൽ റോപ്പ് കണക്ട് ചെയ്തു, ഷാവോലിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ മാസ്റ്റർ പീസ് ആയിട്ട് നമ്മുടെ സൈക്കിൾ സെറ്റ് ചെയ്തു, പിന്നെ ആൻറ്റിന. അങ്ങനെ ഇത് ഫുള്ള് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമ്മളിനി അടുത്ത വീഡിയോയിൽ കാണിക്കാം. ബൈ.